കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മളെ കോട്ടയത്തേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇനിയും നമ്മളോട് ഓരോ വാക്കിൽ ആശംസ അർപ്പിക്കുവാൻ വേണ്ടി പത്ര ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മഹൽ വ്യക്തികൾ 1-2 പേരുണ്ട്, പ്രോഗ്രാമിസ്റ്റുകളുണ്ട്. അവരൊക്കെ സംസാരിക്കാതിരുന്നാൽ അത് പറയും എന്ന് വിചാരിച്ച് ഞാൻ ആശംസ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദ്രിക അതിന്റെ വളർച്ചയുടെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. 80 വർഷം എന്നുള്ളത് 5-8 പതിറ്റാണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ വലിയ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം ഉള്ള കേരളത്തിലെ അപൂർവം പത്രങ്ങളിൽ ഒന്നാണ് ചന്ദ്രിക എന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാവുന്ന. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു വലിയ നാഴികക്കല്ലാണ് കോട്ടയത്തെ ഈ പ്രസിദ്ധീകരണം. കോട്ടയത്തുനിന്നുള്ള ഈ പ്രസിദ്ധീകരണം ഇവിടെ ചന്ദ്രിക ആരംഭിക്കുന്നത്. ഏതായാലും വലിയ നിലയിൽ വളരാൻ ചന്ദ്രികക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. കുട്ടികൾക്ക് നന്ദി. ഇനി വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ ശ്രീ തോമസ് ജേക്കബ്, ശ്രീ വെച്ചു ചെറുമാധു, ശ്രീ പി വി അബ്ദുൽ വഹാബ്, ശ്രീ പി കെ ബാബ, നബീർ മൗലവി എന്നിവർ ആശംസകൾ നേരുന്നു. ആദ്യമായി മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ശ്രീ തോമസ് ജേക്കബിനെ ആശംസകൾ നേരുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പണ്ട് കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പത്രങ്ങൾക്ക് 3 യൂണിറ്റെങ്കിലും വേണമെന്ന സങ്കല്പം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. പക്ഷെ കുറേ വർഷങ്ങളായി അത് കോട്ടയിലൂടെ ആ ലിസ്റ്റിലേക്ക് വന്നു. ചന്ദ്രിക 11ാമത്തെ എഡിഷനാണ് ആരംഭിക്കുന്നത് കേട്ടത്. അതിൽ കോട്ടയവും എത്തി എന്നറിയുമ്പോൾ കോട്ടയത്തെ